ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോഡ് ഷെഡിംഗ് രൂക്ഷം. രാജസ്ഥാനിൽ ലോഡ് ഷെഡിംഗ് 6 മണിക്കൂറോളം. പഞ്ചാബിൽ വൈദ്യുതി മുടങ്ങിയത് 8 തൊട്ട് 10 മണിക്കൂർ വരെ. 2 മാസത്തെ കണക്കുകൾ പ്രകാരം കൂടുതൽ പവർ കട്ട് രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശിലാണ്. വിവരങ്ങളുമായി ഫെമിന കൂടി ചേരുന്നുണ്ട്. ഫെമിന, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോഡ് ഷെഡിംഗ് രൂക്ഷമാകുന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. രാജസ്ഥാനിലൊക്കെ ലോഡ് ഷെഡിംഗ് 6 മണിക്കൂറോളമാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവലിക രാജ്യത്ത് ചൂട് കൂടിയ സാഹചര്യത്തിൽ എസിയുടെ ഒക്കെ ഉപഭോഗം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോഡ് ഷെഡിംഗ് രൂക്ഷമാകുന്നത്. രാജസ്ഥാനിൽ പവർ കട്ടായത് 6 മണിക്കൂറാണ്. അതുപോലെ ജയ്പൂരിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം കറണ്ട് കട്ടായി എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. അതുപോലെ തന്നെ പഞ്ചാബിൽ വൈദ്യുതി മുടങ്ങിയത് 8 മുതൽ 10 മണിക്കൂർ വരെ, അർദ്ധരാത്രി വരെ നീളുന്ന തരത്തിൽ വൈദ്യുതി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് പഞ്ചാബിലുള്ളത്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് വൈദ്യുതി മുടങ്ങിയത് എന്നാണ് പഞ്ചാബ് സർക്കാർ പറയുന്നത്. കഴിഞ്ഞ 2 മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പവർ കട്ട് രാജ്യത്ത് രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശിലാണ്. 2ാം സ്ഥാനം ജാർഖണ്ഡിനാണ്. ഏപ്രിൽ അവസാനം വരെ ഇടവിട്ട് വൈദ്യുതി തടസ്സമുണ്ടാകുമെന്നാണ് ഹരിയാന സർക്കാരും പറയുന്നത്. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ പ്രത്യേകിച്ച് ഇറാൻ അമേരിക്ക യുദ്ധ സാഹചര്യത്തിൽ ഗ്യാസിന്റെ LPGയുടെ വില വർദ്ധിച്ചതോടെ പലരും വൈദ്യുതി ഇൻഡക്ഷനിലേക്കൊക്കെ മാറുന്നൊരു സാഹചര്യമാണുള്ളത്. വൈദ്യുതി അടുപ്പുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രവുമല്ല, ഈ ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ AC ഉപയോഗവും ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. അതൊക്കെയാണ് വൈദ്യുതി ഉപഭോഗം ഇത്തരത്തിൽ വർദ്ധിക്കാനുള്ള കാരണം. ഡൽഹിയിലെ വൈദ്യുതി ആവശ്യകത ആദ്യമായി 7000 മെഗാവാട്ട് കവിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. വൈദ്യുതി ഉപഭോഗം 271 ഗിഗാവാട്ടിലേക്ക് ഇപ്പോൾ എത്തും. 281 ഉടൻ എത്തിയേക്കുമെന്നാണ് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോഡ് ഷെഡിംഗ് രൂക്ഷമാണ്. കേരളത്തിൽ വൈദ്യുതി ഉപഭോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ആണ് കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉള്ളത് എന്ന ഒരു നെഗറ്റീവ് സൃഷ്ടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെ ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഉള്ളത്. മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ രൂക്ഷമായിട്ടുള്ള ലോഡ് ഷെഡിംഗ് ആണുള്ളത്. ഇത്തരത്തിൽ രാജസ്ഥാനിലും പഞ്ചാബിലും അതുപോലെ തന്നെ ഹരിയാനയിലുമെല്ലാം മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഫെമിന സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിൽ വലിയ രീതിയിൽ ലോഡ് ഷെഡിംഗ് നടക്കുന്നു എന്നുള്ളൊരു വ്യാജ പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് അതിനൊരു വിവരണം വന്നിട്ടുണ്ട്. അതായത് കൂടിപ്പോയാൽ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റോ വൈകിട്ട് 6 മുതൽ 12 മണി വരെയുള്ള സമയങ്ങളിലായിരിക്കും. എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാര്യം നോക്കിയാൽ അങ്ങനെയല്ല. 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ വരെയൊക്കെയാണ് ലോഡ് ഷെഡിംഗ് ഉള്ളത്. അത് തീർച്ചയായും കേരളത്തിലുള്ളത് ഒരു വൈദ്യുതി നിയന്ത്രണമാണ് ഉള്ളത്, ഒരു ലോഡ് ഷെഡിംഗ് അല്ല. വൈദ്യുതി ഉപഭോഗം കൂടുന്ന മേഖലകളിൽ ഒരു നിയന്ത്രണമാണ് വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, രാജ്യത്ത് ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിലും ക്രമാതീതമായി താപനില ഉയരുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് AC-യുടെ ഉപയോഗം കൂടുന്നു. മാത്രമല്ല, ഗൾഫ് മേഖലയിൽ ഉള്ള പ്രതിസന്ധികൾ, മാത്രമല്ല പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം, ഇതെല്ലാം വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഗ്യാസ് ലഭിക്കാത്തത് മൂലമൊക്കെ ആളുകൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാമാണ് ഉപഭോഗം വർദ്ധിപ്പിച്ചത്. ഈ ഒരു അടിയന്തര സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ നിർബന്ധിതരായത്. എന്നാൽ ഉത്തരേന്ത്യയിലെ സ്ഥിതി മറ്റൊന്നാണ്. മണിക്കൂറുകളോളം നീളുന്ന വൈദ്യുതി നിയന്ത്രണമാണ് പല ഭാഗങ്ങളിലും ഉള്ളത്. ഇപ്പോൾ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ 7 മുതൽ 12 മണിക്കൂറോളം അർദ്ധരാത്രിയോളം പല ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭിക്കാത്തൊരവസ്ഥയാണുള്ളത്. അത്തരത്തിൽ ഒരു വൈദ്യുതി നിയന്ത്രണം അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമാകുമ്പോൾ കേരളത്തിൽ 10 മിനിറ്റ് വരെ മാത്രമാണ് ഒരു വൈദ്യുതി നിയന്ത്രണം ഉള്ളത്. എന്നാൽ ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന തരത്തിലുള്ള പ്രചരണമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത്. ശരി, ഫെമിനയാണ് വിവരങ്ങൾ നൽകിയത്.